നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നെതർലൻഡ്സിനെതിരായ വിജയത്തോടെ തുടർച്ചയായ 4 വിജയവുമായി ഇന്ത്യ സൂപ്പർ 8ലേക്ക് ആധികാരികമായി കടന്നിരിക്കുന്നു. നേരത്തെ സൂപ്പർ 8 ഉറപ്പിച്ചിരുന്നു എങ്കിലും അവസാന മത്സരത്തിലും വിജയം ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നു. നമുക്കൊപ്പം പതിവ് പോലെ അനൂപ് ഷൺമുഖൻ ഒപ്പം MSKയും ഉണ്ട്. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ പറഞ്ഞിരുന്നു പ്രേക്ഷകരിൽ നിന്നുള്ള ആളുകളും വരും ദിവസങ്ങളിൽ ടാക്ടിക്സിൻ്റെ ഭാഗമാകുമെന്ന്. അത്തരത്തിൽ നമുക്കിന്നൊരു അതിഥി എത്തിയിട്ടുണ്ട്. അത് നമുക്ക് അതിഥിയെ പരിചയപ്പെടാൻ തോന്നുന്നു. നമസ്കാരം, പേര് സ്ഥലങ്ങളൊക്കെ പറയാം. നമസ്കാരം, എൻ്റെ പേര് അവീൻ എന്നാണ്. കൊടുങ്ങല്ലൂരാണ് സ്ഥലം. നമ്മുടെ നോർമൽ ഇപ്പോൾ എറണാകുളം റീജിയനിലുള്ള നോർമൽ ക്രിക്കറ്റ്സ്, അതായത് അമേച്വർ ക്രിക്കറ്റ്സ്, അതുപോലെ ഡോക്ടേഴ്സ് പ്രീമിയർ ലീഗ്, ആർക്കിടെക്ട്സ് പ്രീമിയർ ലീഗ്, ലോയേഴ്സ് പ്രീമിയർ ലീഗ്, അങ്ങനത്തെ ടൂർണമെന്റ്സ് കമന്ററി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കൊരു കമന്റേറ്ററാണെന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ? നല്ല എക്സ്പീരിയൻസ് ആണ്. റൈറ്റ്. അപ്പോൾ അവിൻ ബ്രോയിലേക്ക് വരാം. അനുവേട്ട അന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 17 റൺസിന്റെ വിജയം. പക്ഷേ ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്ന കളിയല്ല ഇന്ത്യ കളിക്കുന്നതെന്നാണ്. അതിൽ പാകിസ്ഥാനെതിരെ നമ്മൾ കംപ്ലീറ്റ്ലി ഡൊമിനൻസ് തന്നെയായിരുന്നു. ബാക്കി മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്നൊരു പ്രകടനമല്ല വരുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിലൊരു ഫീൽ ഉണ്ടോ? T20 ക്രിക്കറ്റ് ലോകകപ്പിലേക്ക് എടുക്കുമ്പോൾ ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള 12ാമത്തെ ജയമാണിത്. കഴിഞ്ഞ ലോകകപ്പിൽ തുടങ്ങിയ വിന്നിംഗ് പരമ്പര ഇപ്പോഴും അത് ഇന്ത്യ തുടരുകയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ ലോകകപ്പ് കളിച്ച ടീമിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സൈഡായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്, T20ക്ക് അനുയോജ്യരായിട്ടൊരു ടീം. പക്ഷേ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ടീമിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടല്ല നമുക്ക് കിട്ടുന്നത് എന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം കുറേയേറെ പ്രശ്നങ്ങൾ ഈ ടീമിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് കളിച്ച് നിർണായകമായിട്ടുള്ളൊരു കളക്റ്റീവ് എഫർട്ട് അവിടെ വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാച്ചിൽ ഓരോ താരങ്ങൾ ഉദയം ചെയ്ത് അവരെ അടിക്കുന്നതിൻ്റെ മികവിൽ നമ്മൾ സ്കോർ ചെയ്യുന്നു, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ജയിക്കുന്നു എന്നുള്ളതാണ്. ഈ മത്സരം തന്നെ 17 റൺസിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ 17 റൺസ് അത് ഒരു നാരോ വിക്ടറിയാണ്. ആ 61 റൺസ്, പാകിസ്ഥാനെതിരുള്ള 61 റൺസിൻ്റെ വിജയത്തിലുപരിയായിട്ട് മറ്റെല്ലാ ജയങ്ങളും ഈ കഴിഞ്ഞ ലോകകപ്പിനെ അപേക്ഷിച്ച് ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ നാരോ ജയങ്ങൾ തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ പിച്ചിൽ ആദ്യം അനുകൂലമായിട്ടുള്ള ടോസ് കിട്ടുന്നു. 300 റൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ 200 പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത്. എന്തായാലും ഇനിയാണ് അടുത്ത ഘട്ടമാണ് വലിയ മത്സരങ്ങളുടേത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മത്സരമായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളാണ് ഈ ജയത്തിൽ കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നത് വരുന്നത്. നമുക്കത് വിശദമായിട്ട് അടുത്ത ഘട്ടത്തിൽ നോക്കാമെന്ന് തോന്നുന്നു. റൈറ്റ്. MSK, അഭിഷേകിനെ പറ്റി പറയാൻ പറ്റിയാണ് MSK ആണെന്ന് തോന്നുന്നു. കാരണം അഭിഷേകിനെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ള ആള് MSK ആണ്. എന്ത് പറ്റി നമ്മുടെ അഭിഷേകിനെ? തീർച്ചയായിട്ടും അഭിഷേക്, നമ്മളിപ്പോൾ ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ഇപ്പം അനൂപ് ഷൺമുഖം പറഞ്ഞതുപോലെ ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം അഭിഷേകിന്റെ ഫോമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നത് അഭിഷേകിനൊപ്പം ആര് ഓപ്പൺ ചെയ്യും എന്നുള്ളതായിരുന്നു, സഞ്ജു ഓർ ഇഷാൻ. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഇഷാനൊപ്പം ആര് ഓപ്പൺ ചെയ്യും എന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അഭിഷേക് ശർമ്മ അദ്ദേഹം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേർ സഞ്ജുവിൻ്റെ PR ഞാൻ നടത്തുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അഭിഷേകിനെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ 5 ഡക്കുകളാണ്, അതായത് ഈ ലോകകപ്പിൽ ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത ഒരു താരത്തിന്റെ ഫോമിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ മത്സരം നോക്കുമ്പോൾ അഭിഷേക് മൊത്തത്തിൽ അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരു ക്ലൂലെസ് ആയിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനം, അദ്ദേഹം ഒരു സമയത്ത്, അതായത് ഇന്ത്യ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അർഷദീപിന്റെ ജേഴ്സി അണിഞ്ഞായിരുന്നുണ്ടായിരുന്നത്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് സിറാജിന്റെ ജേഴ്സി ഇട്ടിട്ടാണ്. ജേഴ്സി ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജേഴ്സി മറന്നുപോയതായിരിക്കാം. ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമൊന്നും നമുക്കറിയുന്ന ഒരു അഭിഷേക് ഉണ്ട്. അത് ഫസ്റ്റ് ബോൾ തന്നെ ആക്രമിച്ച് കളിക്കുന്ന ഒരു അഭിഷേക്, ആ രീതിയിൽ തന്നെ കളിക്കും എന്ന് കരുതുന്ന ഒരു അഭിഷേക്. പക്ഷേ ആമിർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ മുഹമ്മദ് ആമിർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അഭിഷേക് ഈസ് ജസ്റ്റ് എ സ്ലോഗർ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര ബാറ്റിംഗ് ടെക്നിക്കില്ല, ഫസ്റ്റ് ബോൾ തന്നെ അടിക്കാൻ നോക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെയുള്ള തന്ത്രങ്ങൾ കൃത്യമായിട്ടും പാറ്റാൻ കഴിയുന്ന സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ശീലം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച വീക്ക്നെസ് ആയിട്ടാണ് ഇർഫാൻ പത്താൻ പറഞ്ഞത്. അതെ, ആ ഒരു വീക്ക്നെസ് അദ്ദേഹം സ്ഥിരമായിട്ട് അങ്ങനെ ഇതേ തരത്തിൽ ഔട്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിഷേകിന്റെ ഫോം ഒരു കൺസേൺ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ബൈലാറ്ററൽ മത്സരമല്ല ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ബോൾ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കേണ്ട ഒരു ഓപ്പണറാണോ അദ്ദേഹം എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം വീണ്ടും പരാജയപ്പെടുന്നു എന്നുള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളും അദ്ദേഹം ഔട്ടായ പന്തുകൾ നോക്കുമ്പോൾ
അത് പിന്നെ അത്രത്തോളം ഉപദ്രവകാരിയായ പന്തുകളാണെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം സുനിൽ ഗവാസ്കർ പറഞ്ഞിരുന്നു, അഭിഷേക് ചെയ്യേണ്ടത് ആദ്യം ഒരു സിംഗിൾ എടുക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യവും ബൗണ്ടറിയിലൂടെ തുടങ്ങണം എന്നുള്ള വാശിയൊന്നും വേണ്ട, ആദ്യം ഒരു സിംഗിൾ എടുക്കുക, അതിനുശേഷം തുടങ്ങുക എന്ന രീതിയിലാണ് സുനിൽ ഗവാസ്കർ അല്ല അങ്ങനെ അങ്ങനെ ഒരു ഉപദേശമാണ് സുനിൽ ഗവാസ്കർ. അങ്ങനെ ബൗണ്ടറി അടിക്കാൻ ആകെ കൂടി നമ്മൾ പ്രിവിലേജ് കൊടുത്തിട്ടുള്ള ഒരു താരം ഉണ്ടായിട്ടുണ്ട്, അത് വീരേന്ദർ സെവാഗാണ്. ലോകകപ്പിന്റെ ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് തുടങ്ങിയ ആളാണ്. വേറൊരു സംഭവമാണ്, ഇപ്പോ T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഡക്കായ താരം എന്നുള്ള ഒരു ചീത്തപ്പേര് ഇപ്പൊ അഭിഷേകിന് വന്നു. മാത്രമല്ല ഉള്ളത് ആശിഷ് നെഹ്റയാണ്. രണ്ടുപേരും 3 ഡക്ക് വീതമാണ്. വേറൊരു തമാശ കൂടിയുണ്ട്. നമ്മൾ 2024 സഞ്ജു സാംസൺ ഇതുപോലെ ഓപ്പണറായ സഞ്ജു സാംസൺ 5 ഡക്ക് എടുത്തിരുന്നു. ഒരു കലണ്ടർ വർഷം 5 ഡക്ക് എടുത്തിരുന്നു. ആ സമയത്ത് നമ്മൾ സഞ്ജുവിനെ ഒരുപാട് വിമർശിച്ചിരുന്നു. ഇതേ അഭിഷേക് ഇപ്പോൾ 2026 ആകുമ്പോഴത്തേക്ക് ഒരു കലണ്ടർ വർഷത്തിൽ 5 ഡക്ക് എടുത്തിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ 2 ഓപ്പണേഴ്സും ഒരു കലണ്ടർ വർഷം 5 ഡക്ക് എടുത്ത താരങ്ങൾ എന്നുള്ള ചീത്തപ്പേര് ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിഷേക് തീർച്ചയായിട്ടും അടുത്ത മത്സരങ്ങളിലെങ്കിലും ഒരു പുനർവിചിന്തനം ഇന്ത്യൻ സെലക്ടേഴ്സ് നടത്തേണ്ടിയിരിക്കുന്നു. ലോക 1-ാം നമ്പർ താരമായിരിക്കാം, പക്ഷേ ഇങ്ങനെയുള്ളൊരു ഫോം ഔട്ടിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം അവസാനം കളിച്ച 7-ൽ 5 98 റൺസാണ് അവസാനം കളിച്ച. സഞ്ജു പോലും ഇത്ര ഫോം ഔട്ട് ആയിരുന്നില്ല എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ ഉള്ളത് തിലക് വർമ്മയുടെ, നമ്മളിപ്പോൾ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലുള്ള സമയത്തുള്ള ഒരു ചർച്ച എന്നുള്ളത് ഇന്ത്യൻ ടീമിൽ പിന്നെ ശുഭ്മാൻ ഗിൽ വളരെ അതായത് ഡിഫൻസീവ് ആണ്, അദ്ദേഹം റണ്ണേ ബോൾ കളിക്കുകയാണ്, ഒരു ആങ്കറുടെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ കളി പുരോഗമിക്കുന്നതനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ തിലക് വർമ്മ ഇപ്പോൾ ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ അതേ ഇന്നിങ്സുകളാണ്. അദ്ദേഹം ആങ്കർ ചെയ്യുകയാണ്. നമ്മുടെ 8ാമത്തെ ആൾ വരെ ബാറ്റിങ്ങിൽ ഉള്ള സമയത്ത് അങ്ങനെയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ തന്നെ ഈ ടീമിൽ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഉണ്ട്. കാരണം തിലക് വർമ്മ ഈ കഴിഞ്ഞ ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹം രീതിയിൽ ഈ മത്സരത്തിൽ ഒരു ചോദ്യചിഹ്നം വിദഗ്ധർ പറഞ്ഞത്, അതായത് എന്തുകൊണ്ട് സൂര്യകുമാർ യാദവ് സ്വയം പ്രൊമോട്ട് ചെയ്യുന്നില്ല, തിലക് വർമ്മയ്ക്ക് മുന്നേ വന്നില്ല, 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യം, മൂന്നാമത് ഒരു ലെഫ്റ്റ് ഹാൻഡർ വരുന്നു, അത് വരുന്നതിൻ്റെ ഒരു ഗുണം എതിരാളിയെ സംബന്ധിച്ചാണ്. അവർക്ക് കൃത്യമായിട്ട് ഒരു ലൈനിൽ പന്തെറിയാൻ കഴിയുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിൽ നമ്മളെ സംബന്ധിച്ച് ഈ 5 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഓഫ് സ്പിന്നറാണ് ഇന്ത്യയെ വെല്ലുവിളി എടുത്തത്, അരിന്തത്തിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എറൗണ്ട് ദ സ്റ്റമ്പ് വന്നിട്ട് ലെഗ് സ്റ്റമ്പ് ലൈൻ ലക്ഷ്യമിട്ടുള്ള ബൗളിംഗ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചു. ഒപ്പം പേസ് കൂടി ആകുമ്പോഴത്തേക്കിന് ആദ്യ 2 പന്ത് അഭിഷേക് ശർമ്മ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം ഓഫ് സൈഡിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അത് കളിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. 3ാമത്തെ പന്ത് അദ്ദേഹം പുറത്താവുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് അതേ സെയിം ആക്ഷൻസ് തന്നെയാണ്, ആ ലൈനിൽ തന്നെ വരുന്നൊരു പന്താണ് ഇഷാൻ കിഷനെയും കീഴ്പ്പെടുത്തുന്നത്. അദ്ദേഹം ആ പേസിലേക്ക് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അത് പാടിൽ തട്ടി പിന്നെ കയ്യിൽ തട്ടി വീഴുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത റൗണ്ടുകളിലേക്ക് വരുമ്പോൾ ഈ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സുമായി പോകുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്പിന്നേഴ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത റൗണ്ടിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഗ്ലെൻ ഫിലിപ്പ് പോലെയുള്ളവരുണ്ട്, പിന്നെ സിക്കന്ദർ റാസായി പോലെയുള്ള ക്വാളിറ്റി സ്പിന്നേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസിലൻഡിലും ഇംഗ്ലണ്ടിൽ ജാക്ക് വിൽസ് ഉണ്ട്, വിൽ ജാക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി ഓഫ് സ്പിന്നേഴ്സ് വരുമ്പോൾ ഈ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സുമായിട്ട് ഇന്ത്യ സീരിയസ് ആയിട്ടൊരു റൗണ്ടിൽ എങ്ങനെ നേടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പാഠമായിരിക്കണം അവർ ഈ മത്സരത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതെന്ന് തോന്നുന്നു. കാരണം അത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു എതിരാളികൾ എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും. അഭിഷേക് ശർമ്മ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. പിന്നെ തിലക് വർമ്മയുടെ ഫോം അതേ നല്ല മികച്ച പ്ലെയറാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ ആങ്കർ റോള് എന്നുള്ള ലൈൻ നമ്മൾ ആങ്കർ റോൾ വേണ്ട എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് 200+ റൺസ് വേണം, 8 പേർ ബാറ്റ്സ്മാൻമാരെ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഒരു ആങ്കർ എന്നുള്ളൊരു ചർച്ചയായിരുന്നു. പക്ഷേ തിലക് വർമ്മ കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഒരു റണ്ണേ ബോൾ സിറ്റുവേഷൻ തന്നെയാണ്. ഒരു 110 രൂപത്തിലുള്ള സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അപ്പം അതും ഒരു ചർച്ചാ വിഷയമാണ്. എങ്കിൽ കൂടിയും ഇന്ത്യയുടെ മധ്യനിര വളരെ ശക്തമായി തന്നെ പെർഫോം ചെയ്തൊരു മത്സരമായിരുന്നു. ശിവൻ ദൂബെ, അതുപോലെ ഹാർദിക് പാണ്ഡ്യ, അവസാനം ഇറങ്ങിയ റിങ്കു സിംഗ് ആവട്ടെ, ഇന്ത്യയുടെ മധ്യനിര കൃത്യമായിട്ടും ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിലും അതുപോലെ ഈ മത്സരത്തിലും നമ്മൾ ജയിക്കാനുള്ള പ്രധാന. നമുക്ക് ദുബൈയിലേക്ക് വരാം. നമ്മളെ അതിഥി വന്നിട്ട് കുറച്ചധികം സമയമായി. ഈ കഴിഞ്ഞൊരു 4 മത്സരം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് അങ്ങ് വിലയിരുത്തുന്നത്? ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഹിറ്റർ എന്നുള്ള രീതിയിലാണ് ആളെ നമ്മളെപ്പോഴും അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജയസൂര്യ പോലുള്ള ഒരു പ്ലെയർ
ജയസൂര്യ എന്നൊക്കെ പറയുന്നത് ഇപ്പം കൂടുതലും പ്രൊമോഷൻസ് കാണുമ്പോൾ ആ ഒരു റേഞ്ചിൽ കമ്പയർ ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലതവണയും. പക്ഷേ ജയസൂര്യയുടെ പെർഫോമൻസ് ആ ഒരു രീതിയിൽ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ല എന്ന് പറയേണ്ടി വരും. കാരണം പല ഷോട്ട്സും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പല ഷോട്ട്സും ഓർത്തഡോക്സ് ഷോട്ട്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷേ ആക്സിലറേറ്റ് ചെയ്യേണ്ട സമയത്ത് നല്ല രീതിയിൽ ആക്സിലറേറ്റ് ചെയ്ത് കളിക്കുന്ന രീതിയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോർമൽ മാച്ചസ് പോലെ ആയിരിക്കില്ല. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ ഒരു ബോളറെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ഒരു ബ്രേക്ക് ത്രൂ അതെന്ന് പറയുന്നത് വലിയൊരു കോൺഫിഡൻസ് ആണ്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോളറിൻ്റെ കോൺഫിഡൻസ് ലെവൽ കയറുകയും അഗ്രസീവ്നെസ് കൂടുകയുള്ളൂ. അപ്പോൾ അത് കൂടുതലും വരുന്ന ബാറ്റേഴ്സിന് ഓഫ് കോഴ്സ് കൂടുതൽ പ്രഷർ എടുക്കേണ്ടതായിട്ട് വരും. അതെ, കൂടുതൽ പ്രഷർ എടുക്കുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ സ്കോർ കാർഡ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിലക് വർമ്മ ആങ്കർ ചെയ്ത് കളിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ഇന്ന് ഇഷാൻ കിഷൻ്റെ ഡിസ്മിസിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു പുൾ ഷോട്ടിനുള്ള ശ്രമമായിരുന്നു. ബട്ട് അത് കയ്യിൽ തട്ടി ഷോൾഡേഴ്സിൽ തട്ടി വിക്കറ്റ്സിലേക്ക് പോകുന്ന അപ്പോഴും അതൊരു നല്ലൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ബാറ്ററിൻ്റെ സൈഡിൽ. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ അഭിഷേക് ശർമ്മയുടെ കേസിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വരുമ്പോൾ 3 balls ഫേസ് ചെയ്തു, വിക്കറ്റ് നേരെ ബൗൾഡ് ആവുക ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു സ്റ്റാർട്ട് ശരിക്കും എപ്പോഴും ഒരു ബാറ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു നല്ല ഒരു സ്ക്വാഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു 29 റൗണ്ട് അബൌട്ട് മാച്ചസിൽ 27 മാച്ചസ് നമ്മൾ വിൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഇന്ത്യയുടെ പെർഫോമൻസ് ലെവല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് നല്ലൊരു സ്റ്റാർട്ടിങ് വേണം എന്നുള്ളത് തന്നെയാണ് എനിക്കും പ്രത്യേകിച്ച് പറയാനുള്ളത് മെയിൻലി. റൈറ്റ്. ഇനിയിപ്പോൾ അതിൽ തന്നെ നമ്മളിന്ന് ഒരു പോസിറ്റീവ് മാത്രം നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ തന്നെയായിരിക്കും ഒരു പ്രധാന സാധനം. കാരണം അതിനകത്ത് നമ്മൾ നന്ദി പറയേണ്ടത് രോഹിത്തിനോടും ദ്രാവിഡിനോടുമാണ്. 2024 അത്രയും കോൺഫിഡൻസോടുകൂടി ടീമിൽ സ്ഥിരമാക്കിയത് രോഹിത്തും ദ്രാവിഡുമായിരുന്നു. ആ കഴിഞ്ഞ 2024 വേൾഡ് കപ്പിലാണെങ്കിൽ പോലും USA-ക്കെതിരായ നോക്ക് കോഹ്ലിക്കൊപ്പം ചേർന്നിട്ടുള്ള. അപ്പം അത്തരത്തിൽ ഈ ലോകകപ്പിലേക്ക് വരുമ്പോഴും USA-ക്കെതിരായ മത്സരം ഒഴിച്ചു നിർത്തി ബാക്കി 3 മത്സരത്തിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ദുബെ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല നിർണായക സമയത്ത് അദ്ദേഹം വിക്കറ്റുകൾ നേടിത്തരുന്നുണ്ട്. മാൻ ഓഫ് ദ മാച്ചും പുള്ളിയാണ്. അതെ. ഇന്ത്യ 4 മത്സരത്തിൽ 4 വ്യത്യസ്ത പ്ലെയർ ഓഫ് ദ മാച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതൊരു വൈവിധ്യം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ 8ലേക്ക് കിടക്കുമ്പോൾ നമുക്ക് നേരിടാനുള്ളത് ഞായറാഴ്ച ദക്ഷിണാഫ്രിക്ക. അത് ഇതേ വേദിയിൽ അഹമ്മദാബാദിലാണ്. പിന്നീട് ചെന്നൈയിൽ വെച്ചിട്ട് സിംബാബ്വെ നേരിടുന്നു. പിന്നീട് കൊൽക്കത്തയിൽ വെച്ചിട്ട് വെസ്റ്റ് ഇൻഡീസിനെ നേരിടുന്നു. സൂപ്പർ 8ലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക, പ്രത്യേകിച്ച് ഓപ്പണൻസിനെ കൂടി പരിഗണിക്കുമ്പോൾ? എന്തായാലും ആദ്യത്തെ റൗണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റാറ്റിക്സിൽ നോക്കിയാൽ നമ്മൾ കാണേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതെങ്കിലും ടൂർണമെൻ്റ് എടുത്താലും അത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഇത്രയധികം കരുത്തന്മാരുള്ള ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് നമ്മൾ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ ടീമുകളിലെ ആരും ആദ്യ 5ലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും റൺസ് സ്കോർ ചെയ്തേക്കുന്നത് ഫർഹാനാണ്. നിലവിലെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 220 റൺസ്. ആദ്യ 5ൽ ഇന്ത്യക്കാരുമില്ല. വിക്കറ്റ് എടുത്തതിലും ആദ്യ 5ൽ ഇന്ത്യക്കാരില്ല. ഹയസ്റ്റ് സ്കോർ നേടിയവരിൽ ഇന്ത്യക്കാരില്ല. ആവറേജ് ബൗളിംഗ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യൻ താരങ്ങളില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ സൂര്യ എന്തുകൊണ്ടോ 4 ഓവർ കോട്ട വരുണിന് കൊടുക്കുന്ന ബോളിംഗിൽ കൃത്യമായിട്ട് വിക്കറ്റ് എടുത്തതാണ്. അല്ല, വരുൺ ചക്രവർത്തിയുടെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അദ്ദേഹം ബ്രേക്ക് ത്രൂ നൽകാൻ കഴിയുന്ന ഏത് മത്സരത്തിലും ഹാട്രിക് ചാൻസും ഉണ്ടായിരുന്നു. അത് ചെയ്യുന്ന അദ്ദേഹം അതിന്റെ റോള് കൃത്യമായിട്ട്. പക്ഷെ വരുണിന് കോട്ട കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല സൂര്യ. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരിടത്ത് ഒരു ഇന്ത്യൻ താരം മാത്രമാണ് ഇതിൽ ഈ ആദ്യ 5 താരങ്ങളുടെ പട്ടികയിൽ പേര് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇഷാൻ കിഷനാണ്. അദ്ദേഹം കൂടുതൽ 6 അടിച്ച താരത്തിന്റെ കൂട്ടത്തിൽ ഇഷാൻ കിഷന്റെ പേരുണ്ട്. കൂടുതൽ ബൗണ്ടറീസ് നേടിയിട്ടുള്ള താരങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ഒപ്പം കൂടുതൽ 6 കൂടുതൽ, അങ്ങനെ 3 കാറ്റഗറിയിലാണ് ഇഷാൻ കിഷന്റെ പേര് വരുന്നത് എന്നുള്ളതാണ്. ഒരു താരം മാത്രമാണ്, അതും ടീമിൽ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുക എന്നുള്ള ഉറപ്പില്ലാതെ ഇന്ത്യൻ ടീമിൽ ഇല്ലാതിരുന്നൊരു താരം വന്നിട്ടാണ് അദ്ദേഹം മാത്രമാണ് കളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം സൂപ്പർ 8ലേക്ക് വരുമ്പോൾ നമ്മൾ ചോദ്യചിഹ്നമാകുന്നത് ഇത് തന്നെയാണ്. ആര് ഇന്ത്യക്ക് വേണ്ടി
കളിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ ഓപ്പണിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. അഭിഷേക് ശർമ്മ എന്തായാലും നമ്മൾ ഇന്നലെ അത് വിശദമായിട്ട് പറഞ്ഞതാണ്. അഭിഷേക് ശർമ്മ മാറ്റിക്കൊണ്ട് ഒരു കാര്യത്തിലേക്ക് ഇനി ടീം താരമാകുമെന്ന് എന്ന് നമ്മളെല്ലാവരും ഒരുവിധ ആളുകളൊക്കെ പക്ഷേ അഭിഷേക് ശർമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എപ്പോഴും എതിരാളിയെ സംബന്ധിച്ച് ആദ്യ ഓവറിൽ തന്നെ എഡ്ജ് എടുക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യമായി മാറുന്നു എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ അധികം ചേഞ്ചസിന് കാര്യങ്ങളില്ല. എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുൽദീപിനെ ഇന്നത്തെ കളിയിൽ മാറ്റിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കളിപ്പിച്ചത് ശ്രീലങ്കയെ കുറച്ചുകൂടി സ്പിൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും, മാത്രമല്ല പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന് കുറച്ചുകൂടി തിളങ്ങാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും അദ്ദേഹം. പക്ഷേ ഇന്നത്തെ ടീമിലെ മാറ്റം ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എന്തായാലും ഈ ടീമിനെ തന്നെ നിലനിർത്താനാണ് സാധ്യത. ഇനിയൊരു പൊളിച്ചെഴുത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് 2 മത്സരങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെമിയിലേക്ക് മുന്നേറണം എന്നുണ്ടെങ്കിൽ അത് ആരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സിംബാബ്വെക്കെതിരെയും ജയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനോടാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരു പരമ്പര 2020 തോറ്റിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റ് മത്സരമായിരിക്കും. ഇതേ അഹമ്മദാബാദിൽ അവർ 213 റൺസോളം അടിച്ചിട്ടുള്ളൊരു സ്കോറുണ്ട്. പിന്നെ അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെതിരെ അവർ വെല്ലുവിളി നേരിട്ടു. ആ ഒരു കാര്യം നമുക്ക് മറക്കരുത്. അഫ്ഗാനിസ്ഥാൻ വെല്ലുവിളിച്ചു 2 സൂപ്പർ ഓവർ കളിച്ചിട്ടാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത് എന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെടാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. എല്ലാ ഏരിയയിലും ഓപ്പണിംഗ് തുടങ്ങി ബാറ്റിംഗ് ലൈനപ്പ്, ഈ പറഞ്ഞ പോലെ സൂര്യകുമാർ കുറച്ചുകൂടി മുന്നോട്ട് വന്നിറങ്ങേണ്ടതുണ്ടോ, തേർഡിലേക്ക് 1 ഡൗൺ പൊസിഷനിലേക്ക് വരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ചൊരു സംഘമായിട്ട്, യൂണിറ്റായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഫീൽഡിങ്ങിലാണെന്ന്. എത്രയോ ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക്. തീർച്ചയായിട്ടും. അല്ല, പക്ഷേ റിങ്കു സിംഗിന്റെ ഒരു ഫീൽഡിങ് നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം റിങ്കു ഇപ്പം ഇന്ന് റിങ്കു സൂര്യൻ തമ്മിലൊരു തരക്കത്തിന് സംഭവം. ലാസ്റ്റ് ഓവർ സൂര്യയുടെ ചെസ്റ്റിലാണ് ആ ബോൾ വന്ന് വീഴുന്നത്. അല്ല, ലാസ്റ്റ് ഓവറിലും 20ാമത്തെ ഓവറിലും അവർ തമ്മിലുള്ളൊരു പിന്നെ റിങ്കു ഒരു സിംഗിൾ നിഷേധിക്കുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യക്ക്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ അതിനുശേഷം ഹാർദിക് ഏതാണ്ട് പകുതി വരെ ഓടി, റിങ്കു ഓടുന്നില്ല. പിന്നെ അടുത്ത ബോൾ റിങ്കു 6 അടിച്ചിട്ട് പിന്നെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഹാർദിക്കിന്റെ മുഖത്തായിരുന്നു. ഹാർദിക്കിന് അത്ര 6 അടിച്ചൊന്നും അത്ര ഇഷ്ടപ്പെടാത്തൊരു ഭാവമൊക്കെ ആയിരുന്നു. അവർ തമ്മിൽ ഉള്ളൊരു കാര്യം കൂടിയുണ്ട്. അവസാന ഓവറിൽ വന്ന് 6 അടിക്കുന്ന ഏറ്റവും കൂടുതൽ 6 അടിച്ച താരങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ 2ാമതാണ് റിങ്കു സിംഗ്. 14ാമത്തെ 6 ആണ് അദ്ദേഹം അടിച്ചത്. മുന്നിലുള്ളത് ഹാർദിക് പാണ്ഡ്യയാണ്. ആ കണക്ക് അങ്ങനെ ഒരു കണക്ക് കൂടി, രസകരമായിട്ടൊരു കണക്ക് കൂടി ഉണ്ടാവും. അല്ല, ഇന്ത്യ ഫീൽഡിങ്ങിൽ എന്തായാലും തീർച്ചയായിട്ടും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഇതേപോലെ പിന്നെ കുൽദീപ് യാദവ് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് 6ലേക്ക് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. തർക്കം കഴിഞ്ഞിരുന്നില്ല. അപ്പം പിന്നെ ഫീൽഡിങ്ങിൽ റിങ്കു ഒഴിച്ച് മറ്റുള്ളവരൊക്കെയും ഒന്ന് വീക്കായതുപോലത്തെ ഒരു ഫീലിംഗ് ആണുള്ളത്. പക്ഷേ റിങ്കു ഹൈ ക്യാച്ചസ് എടുക്കുന്നതിൽ മിടുക്കനാണ്. അദ്ദേഹം എത്രയോ മാച്ചസിൽ അവസാനം സേവ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ഗ്രൗണ്ടിൽ എവിടെ നോക്കിയാലും റിങ്കു ഉണ്ടാവും എന്നുള്ളൊരു സാഹചര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ടോപ്പ് ഓർഡേഴ്സ് ആണ് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ മിഡിൽ ഓർഡേഴ്സ് ബാറ്റേഴ്സ് നോക്കുമ്പോൾ ശരിക്കും എല്ലാവരും നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും ആ ഒരു റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി ആ സ്കോർ അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ ബോർഡ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പം ഇതിൽ മെയിനായിട്ടുള്ളത് ഓപ്പണിംഗ്. ഇപ്പം നിലവിലുള്ള ആ ഒരു ചാലഞ്ച് അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക, അതിന് എങ്ങനെയായിരിക്കും അവർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും മെയിനായിട്ട് വരുന്നത്. ഇപ്പം ടീമിൽ ചേഞ്ചസ് വരുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ നമ്മുടെ T20 ന്യൂസിലാൻഡ് ആയിട്ടുള്ള T20 മാച്ചസിലൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത വ്യക്തിയാണ് അഭിഷേക് ശർമ്മ. സോ അഭിഷേക് ശർമ്മനെ മാറ്റി വെച്ച് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവന്നിട്ട് ഈ വേൾഡ് കപ്പിൽ ഒരു പരിശ്രമം നടത്തും, ഒരു പരീക്ഷണം നടത്തും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഈ അഭിഷേക് സഞ്ജു ഓപ്പണിങ്ങിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നമ്മൾ ആ ഒരു സാധ്യതയെ പറ്റി എന്താണ് ആലോചിക്കാത്തത്? അഭിഷേകിന്റെ ഫോമോട് ഏറ്റവും യുവരാജ് സിംഗിനായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നു. അതെ സത്യം. കാരണം അല്ല, യുവരാജ് സിംഗ് സഞ്ജുവിനെയും പരിശീലിപ്പിച്ചിരുന്നു. ശരിയായിരുന്നു. ഒരുപാട് ചർച്ചകൾ വന്ന കാര്യമാണ്. ആ ഒരു വിന്നിംഗ് കോംബോ പുള്ളി നിലവിലിപ്പോ 1 വിക്കറ്റ് പോകുന്നുള്ളൂ, 2 വിക്കറ്റ് പോകുന്ന സാഹചര്യം വരും. ഒരു സാധ്യതയും കൂടി ഉണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്ന് കൂടി എനിക്ക് സംശയം തോന്നുന്നുണ്ട് അഭിഷേക് ശർമ്മയുടെ കേസിൽ. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ അതിനു മുമ്പുള്ള T20 മാച്ചസ്, വൺ ഡേ മാച്ചസ് ഇതിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തി.
വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നോക്കി കാണുന്ന ഒരു സ്റ്റാർട്ടിംഗ് ബാറ്റർ. കാരണം ആ ഒരു താര പരിവേഷം ഓൾറെഡി ആൾക്ക് കൊടുത്തു കഴിഞ്ഞു, ആ വ്യക്തിക്ക് അത് കൊടുത്തു കാരണം എല്ലാവരും ഈ ടൂർണമെന്റിന്റെ താരമാകുമെന്ന് വലിയ രീതിയിൽ കൊടുത്തുകൊഴിച്ച പ്ലെയറാണ് അഭിഷേക്. താരങ്ങളൊക്കെ പ്രവചിച്ചത് അതിൻ്റെതായ സമ്മർദ്ദമുണ്ട്. ഒരു പക്ഷേ ആ ഒരു കൺസേൺ ആണോ എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയസൂര്യ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ജയസൂര്യയുടെ വിവാഹമൊക്കെ കഴിയുന്നത്. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യയുടെ പിന്നെ അങ്ങോട്ട് ഒരു ടൂർണമെൻറ്റും ജയസൂര്യ ഫോം ആയിട്ടില്ല. അപ്പോൾ അത് മാനസികമായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ളതും എനിക്ക് പേഴ്സണലി തോന്നുന്നു. കാരണം അഭിഷേകിന് ഈ അസുഖം വന്നതിന് അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തിലകനും അത് തന്നെയാണ് പ്രശ്നം. സർജറിക്ക് ശേഷമാണ് വരുന്നത്. അദ്ദേഹം ആ ഒരു സ്റ്റൈൽ, അതായത് പിന്നെ സുനിൽ ഗവാസ്കർ പറഞ്ഞതിലൊരു വലിയ പോയിന്റ് ഉണ്ട്. കാരണം ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിക്കണം, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അഗ്രഷൻ കാണിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമില്ല. പുള്ളി അതൊരു പിന്നെ കഴിഞ്ഞ ഔട്ടായ കളികളിലൊക്കെ അദ്ദേഹത്തിന് ഒരു അഗ്രസീവ് സ്റ്റൈൽ തന്നെയാണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു രീതി മാറിയിട്ട് ഫസ്റ്റ് ഒരു സിംഗിൾ എടുത്തിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു 5-10 പന്തുകളെങ്കിലും നേരിട്ടതിന് ശേഷം ഇടയ്ക്കൊക്കെ ശൈലി മാറ്റാമല്ലോ. ഇപ്പോൾ ഒരേ ശൈലിയിൽ തന്നെ എല്ലാ മത്സരങ്ങളും കളിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം നമ്പർ 1 സഞ്ജു എപ്പോഴും എല്ലാ കളികളിലും പുറത്താകുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനെ അൽപ്പിച്ചേക്കുന്ന റോൾ അതായിരുന്നു എന്നുള്ളതാണ്, അടിച്ചു കളിക്കുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ ടീം എന്താണ് അഭിഷേകിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമുക്കറിയില്ല. ഒരുപക്ഷെ ടീം കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസം ഉറപ്പുമായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഷോട്ട് കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലാസ്റ്റ് ഒരു മാച്ചിൽ ഇതുപോലെ അഭിഷേക് ശർമ്മ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അഭിഷേക് ശർമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് ബോൾ ഇറ്റ് സെൽഫ് യു ഗോ ഓൺ ഫോർ ദ ബിഗ് ഹിറ്റ്സ്, ആ ഒരു രീതിയിലാണ്. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം അതുമായിരിക്കാം മേ ബി ഇതിലെന്തായാലും വേൾഡ് കപ്പ് എന്നുള്ള ആ ഒരു പ്രഷർ ഇനി പിന്നെ അതും നോക്കിയാൽ ഈ ലോകകപ്പിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യ. അപ്പോൾ ഓപ്പണിംഗ് പാളിയാൽ പോലും പിടിച്ച് കയറാൻ പറ്റുന്ന 8ാമത് വരെ വരുന്ന ആൾക്കാർക്ക് വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ആ ഒരു ആത്മവിശ്വാസം കൂടി ടീമിനുണ്ടായിരിക്കും. ഒരു അത് തെളിഞ്ഞും കഴിഞ്ഞു. അപ്പോൾ അഭിഷേക് ശർമ്മ 3 കളികളിൽ പുറത്തായെങ്കിൽ പോലും അത് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. നമ്മുടെ ഈ ആശങ്കകൾ കുറെ പറയുന്നുണ്ടെങ്കിൽ പോലും 4 മത്സരത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് നന്നായിട്ട് ചെയ്തു. ഇപ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ USA-ക്കെതിരായിരുന്നു ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പാത്തറ്റിക് ആയിട്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടിരുന്നത്. അവിടെയും ക്യാപ്റ്റൻ വന്ന് കളിച്ച് ഭേദപ്പെട്ട സ്കോർ ഇന്ത്യ അടിക്കുന്നു. നമീബിയക്കെതിരെ 200+ വരുന്നു. പിന്നീട് എല്ലാ മത്സരങ്ങളും പാകിസ്ഥാനെതിരെ. ഇന്നത്തെ മാച്ചിലും ആക്ച്വലി നമ്മൾ ആ ഒരു ഫസ്റ്റ് 1, 2, 3 ഓർഡേഴ്സ് ഒഴികെ ബാക്കിയുള്ള ബാറ്റേഴ്സ് പിന്നെ ദുബൈ വന്നതിന് ശേഷം ദുബൈയുടെ ഹിറ്റിങ് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ലൈസൻസ് കിട്ടിയ പോലെയാണ് ദുബൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ ഇനി എന്തെങ്കിലും, അതായത് ഇപ്പം ഓൾറെഡി ഡിസ്കഷൻസ് ഉണ്ട്, ഇപ്പം ഇന്ത്യ ഈ ഒരു ടൂർണമെൻറ്റിൽ സൂപ്പർ 8-ൽ ഔട്ടാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പല ചർച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ത്യ ടൂർണമെൻറ്റിന് ഔട്ടാവാനുള്ള സാധ്യതകളുണ്ട്. വേൾഡ് കപ്പ് ഇന്ത്യ ഇപ്രാവശ്യം ഒരു ടോപ്പ് ലെവലിൽ എത്താൻ ഉള്ള സാധ്യതകളില്ല. ഇനി അതുമാണോ എന്നറിയില്ല. കാരണം ഇപ്പോൾ ആ സ്റ്റാർട്ടിങ് എനിക്ക് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി. കാരണം 2-3 ബാറ്റേഴ്സ് വളരെ എന്താ പറയുക കെയർഫുള്ളായിട്ട് കളിക്കുന്നതായിട്ടും പല ഷോട്ട്സും ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നി. പിന്നെ ഇടയ്ക്ക് ദുബൈ വന്നതിന് ശേഷമാണ് ആ ഒരു ഫ്രീ ഹാൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോട്ട്സ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതോടുകൂടി ഹാർദിക് പാണ്ഡ്യയും ജസ്റ്റ് ആ ഒരു പാർട്ടി ജോയിൻ ചെയ്യുന്ന പോലുള്ള ഷോട്ട്സ് സംഭവങ്ങളും കാണുന്നു. ആ ഒരു ലാസ്റ്റ് കുറച്ച് ഓവേഴ്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ആക്സിലറേറ്റ് ആയി വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു എന്തെങ്കിലും അതുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും ഇന്ത്യൻ ഇന്നിങ്സിൽ 2 തവണ വലിയ ബൗണ്ടറി ഇടവേള വന്നിട്ടുണ്ട്. ഒരു തവണ ഒരു 19 ബോളിന് കാത്തിരിക്കേണ്ടി വന്നു നമുക്കൊരു ബൗണ്ടറിക്ക് വേണ്ടി. പിന്നീട് ഒരു തവണ 16 ബോളുകളുടെ ഒരു ഇന്റർവെൽ വന്നു. അവസാന 5 ഓവറിൽ നേടിയിട്ടുള്ള റൺസാണ്. അതിൽ തന്നെ ഹാർദിക് പാണ്ഡ്യക്ക് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീണ്ടും ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ 16 പന്തിൽ 16 എന്ന നിലയിലായിരുന്നു ഹാർദിക് ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് അടിക്കുക എന്നുള്ളതാണല്ലോ ഹാർദിക് പാണ്ഡ്യ. ഫിനിഷറുടെ റോളും പിഞ്ച് ഹീറ്ററുടെ റോളും ആണല്ലോ അവർ കൈകാര്യം. മധ്യനിര കൃത്യമായിട്ട് കളിക്കുന്നു. ശിവൻ ദുബെ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ഇവർ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആളുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇത്തരം അപ്പോൾ ഈ പിഴവുകളൊക്കെ സൂപ്പർ 8-ൽ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നേറുമെന്ന് തന്നെ കരുതാം. നമുക്ക് എന്തായാലും ഇപ്പോൾ അദ്ദേഹം കമന്റേറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ടാസ്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഫൈനൽ വരുന്നതെന്ന് കരുതുന്നു. അതിൽ പാകിസ്ഥാനെ ഒരു 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ വിജയിക്കുകയാണ്. ആ ഒരു മൊമെന്റിൽ താങ്കളാണ് കമന്ററി ബോക്സിലെങ്കിൽ
എങ്ങനെയായിരിക്കും കമന്ററി പറയാ? ഹാർദിക് പാണ്ഡ്യ 6 അടിച്ചിട്ടാണ് ജയിപ്പിക്കുന്നതെന്നും കൂടി കരുതുക. അപ്പൊ 10 വിക്കറ്റിനുള്ള അതെല്ലാം അദ്ദേഹത്തിന് വിട്ടു 10 വിക്കറ്റ് അല്ല, 10 വിക്കറ്റ്. അപ്പൊ ഇല്ല അദ്ദേഹത്തിനുള്ളൂ. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ അത്രയും കപ്പടിക്കുന്നു. കൊടുത്താൽ ആ ഒരു മൊമെന്റ് അഭിഷേക് ശർമ്മ 6 അടിച്ച് ജയിപ്പിക്കുന്നു. അതായത് ചരിത്രത്തിലെ ആദ്യ ടീമായി മാറുകയാണ് ഇന്ത്യ മാറുകയാണ്. കിരീടം നിലനിർത്തുന്നത് T20. അപ്പൊ അത് വെച്ചിട്ട് എന്താണെന്ന് ഞങ്ങൾ പറയും. അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ ആ ഒരു ഫൈനലിൽ ഫോം വീണ്ടെടുക്കുന്നു എന്നുള്ള രീതിയിലല്ലേ? ഓക്കെ. അപ്പം അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ കൂട്ടുകെട്ട് 10 wickets victory for India in the finals. അപ്പം ലാസ്റ്റ് മൊമെന്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓവർ ഷഹീൻ ഷാഫ്രീദിനെ തൂക്കിക്കോട്ടെ. ഷഹീൻ അഫ്രീദി വരുന്നു. രണ്ട് ബാറ്റേഴ്സും, അതായത് നമ്മുടെ ഇഷാൻ കിഷൻ ആൻഡ് അഭിഷേക് ശർമ്മ ഓൺ സ്ട്രൈക്ക്. So last ball. So we are witnessing the grand finale of this World Cup, and Ishan Kishan on the strike and Abhishek Sharma on the non-strikers, and it's Shaheen Afridi with the ball to deliver the last 6 balls. Everyone are tense, the heartbeats are doubled. 12 more runs to needed for the victory and be the champions for the second time. And now play, here the ball comes. Ishan Kishan just tucks the ball and gives strikes to Abhishek Sharma. And now Abhishek Sharma, they have 5 more balls left and 11 runs to win. Ishan Kishan on the non-strikers end, and Abhishek Sharma is ready to strike the second ball, and on the back foot he played it. He just used the pace and played it over the point, and that's a 6 runs. Oh, 6 runs on the scorecard. Now the pressure on the bowlers, already 7 runs, the 5 more runs to win, and it's every eyes, they focus there on the center, and now it's a huge responsibility on the bowler, and that's Shaheen Afridi is ready to come up with the third ball, and the ball that was Yorker length delivery, picked it, Nazil helicopter shot that played it over the mid wicket, and that's a 6 runs. And with that, the champions, he finishes it off in style, and that's India, the champions of World Cup 2026. അടിപൊളി. അങ്ങനെ പറയാനുള്ള ഒരു അവസരം വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ബോളല്ല, ഒരു ഓവറിന്റെ തുടക്കം മുതലേ അത് പറഞ്ഞു. ആദ്യത്തെ 3 ബോൾ തന്നെ തീർത്തും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ടൂർണമെന്റുകൾക്കും കമന്ററി പറയാനുള്ള അവസരം താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം ടാക്ടിക്സിൽ പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ ടാക്ടിക്സിന്റെ ഭാഗമായി നമ്മൾ അന്നൊരു കാർഡ് തന്നിരുന്നു, നമ്പർ തന്നിരുന്നു. അതിലേക്ക് നിങ്ങളുടെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചുകൊണ്ട് നിങ്ങളൊരു ക്രിക്കറ്റ് അനലൈസിങ് വീഡിയോ അയക്കുക. നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ നിങ്ങളായിരിക്കും നമ്മളുടെ കൂടെ ചർച്ചകളിലുണ്ടാകും. അപ്പോൾ എന്തായാലും നമുക്കിനി സൂപ്പർ 8-ലെ പോരാട്ടങ്ങളുടെ വിശകലനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.